ഓ വിശന്നിട്ടൊന്നും വേല ഉച്ചയാവുകയും ചെയ്തു. എന്നാ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ? കറിയോ? ആ കറി എന്നാന്ന് ചോദിച്ചാലേ ആ പിന്നെ എന്താ എന്താന്ന് ചേനയും ചെറുപയറല്ല കേട്ടോ, ചേനയും വൻപയറും കൂടെ കറി വെച്ചു. ചേനയും മൺപയറും കൂടെയോ? ആ അയ്യോ അത് ചൊറിയില്ലേ ചേന? ചേന ചൊറിയുവോ? ആ ചേന ചൊറിയും ചിലപ്പം. ആണോ? ആ ഇത് ചേന തിന്നില്ലേലും നിങ്ങൾ എപ്പോഴും ചൊറിഞ്ഞോണ്ടല്ലേ ഇരിക്കുന്നത്. നേരെ നാക്കിന് ചൊറിച്ചിലാണല്ലോ. അതാണല്ലോ ഇങ്ങനെ എന്ത് കേട്ടാലും കളകളകളകളാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആ അത് ചൊറിച്ചിൽ ചേന തിന്നിട്ടല്ല കേട്ടോ. ആ ചേന തിന്നാ ചൊറിയും. എല്ലാവരും ചേന തിന്ന് ചൊറിച്ചിലായിട്ട് കുറെ പേര് ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. ആ ചേന തിന്ന് ചൊറിച്ചിൽ പിടിച്ചാൽ പിന്നെ ഈ ചേന ചെത്തും ചെറുപയറെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുപയറിട്ടുള്ളതാണ് എനിക്ക് ചിലപ്പോൾ കൊള്ളായിരിക്കും. അന്നേരം ചൊറിയില്ല. അത് ചൊറിയില്ല. ആ മൺപയറിടാൻ ചിലപ്പോൾ ചൊറിയും. ഈ ചെറുപയറാകുമ്പോഴേ അതൊരു കോമ്പിനേഷൻ എന്നൊക്കെ പറയാം. അത് നിങ്ങളുടെ മാത്രം കോമ്പിനേഷൻ ആയിക്കോട്ടെ. ഇത് നല്ല ഒന്നാന്തരം കറിയാ. കണ്ടോ? ഇങ്ങോട്ട് നോക്ക്, ഇത് കണ്ടോ? കണ്ടില്ലേ? അത് കണ്ടു. കണ്ടോ? ഓ നിനക്ക് വലിയ നല്ല കറിയായിരിക്കും, എനിക്ക് അത്ര നല്ല കേട്ടില്ല. ചേനയും വൻപയറും അടുപ്പേ വെച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് കുക്കറിനകത്തിട്ടങ്ങ് വേവിച്ചു. നല്ല വെണ്ണ പോലെ വേകുന്ന ചേനയായിരുന്നു. ആ കൂടെ മീൻ വിട്ടിട്ടുണ്ടോ? മീനിൻ്റെ ഒരു മണം കൂടെ. മീൻ്റെ മണം ഉണ്ടായില്ലേ? ഞാൻ പറയട്ടെ. അങ്ങനെ വെന്ത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, മഞ്ഞപ്പൊടിയും ഉപ്പും ചേനയും പയറും എല്ലാം കൂടി ഇട്ടങ്ങ് വേവിച്ചു. അത് കഴിഞ്ഞപ്പോ ഇച്ചിരി തേങ്ങയും കാന്താരി മുളകില്ലേ, നല്ല വിളഞ്ഞ കാന്താരി, അതും ഇച്ചിരി ഒരു നുള്ളി ചെറിയ ജീരകവും 2 വെളുത്തുള്ളി അരിയും കൂടെ അങ്ങോട്ട് അരച്ചു. ഒരു കഷ്ണം ചെറിയ ഉള്ളി 2 ജീരകം ഞാൻ അറുത്തിട്ടോ? അത് അറുത്തിട്ടല്ല, അരച്ചു. ഓ ഞാൻ ജീരകം കഴിഞ്ഞ് വാള് വെച്ച് അരച്ചു. ഉഗ്രം നിനക്ക് കൊള്ളാം. ചൊറിയുമെങ്കിൽ അത് കാരണം വേറൊന്നല്ല, നിങ്ങൾ നാക്കിന് എപ്പോഴും ചൊറിച്ചിലുള്ളൂ. ചൊറിച്ചിൽ വീണ്ടും നിനക്കാ ഉണ്ടായിരുന്നു. എന്ത് കേട്ടാലും ചൊറിച്ചിലാണ്. വല്ല ആക്രീം വന്നേനെ ഒരു കറി ഉണ്ടാക്കി. ആരെ എന്നെയോ? എമ്പാടി അതിന് നിനക്ക് പൊന്തുവോ കയ്യേ? നിന്റെ ഞാൻ ചേനയും വൻപയറും കറി വെച്ചാൽ എന്താ കുഴപ്പം? നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതെ അതെ അതെ, നിനക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമുണ്ട്. വേറെ ആർക്കും കുഴപ്പമില്ല. വേറെ പിന്നെ ആൾക്കാരെല്ലാം കണക്കെടുക്കാൻ നടക്കല്ലേ? നീ മിണ്ടാ പോയെന്നേ. എന്തെങ്കിലും ഉണ്ടാക്കി കുത്തിക്കുരി കഴിച്ചിട്ട് എനിക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കും അവള്. ആ ഏലും ഒരു കാര്യം ചെയ്യേ, കുറച്ച് കറിയും ചോറും കൂടെ താ. ഞാൻ തിന്നാണ്ടിരിക്കാൻ പറ്റിയല്ലോ. എന്നാ പിന്നെ അതെന്ന് പറഞ്ഞാ പോരെ കേട്ടോ. കുറ്റം പറഞ്ഞ ശീലമായോണ്ട് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. എനിക്ക് നിന്നോട് എന്തെങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റില്ല.